ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജീവിത വിജയത്തിന് ഭഗവത്ഗീത, ഇതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ പരിവർത്തനം വരുത്താൻ ഭഗവത്ഗീതയോളം കഴിവുള്ള ഒരു ഗ്രന്ഥവും ഇന്ന് ലോകത്തിലില്ല. സത്യമായിട്ട് പറയാൻ നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത് ഈ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിപരമായി പഠിക്കേണ്ട കൃതി, അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെയാണല്ലോ. വാസ്തവത്തിൽ ഇതൊന്നുമല്ല, അതൊക്കെ വെറും ദുഷ്പ്രചരണം മാത്രം. ഓരോ മനുഷ്യനും, നിങ്ങളുടെ ജാതി എന്താവട്ടെ, മതം എന്താവട്ടെ, ആണോ പെണ്ണാവട്ടെ, മനസ്സിനെ ഉയർത്താൻ ഭഗവത്ഗീതയോളം പെർഫെക്റ്റായിട്ട് ഒരു സയൻസ് ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകൾ പോലും ഭഗവത്ഗീതയെ എന്നും പഠിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വേണോ? ഗീത പഠിച്ചിരിക്കണം. അപ്പം നാം ഇപ്പോഴെത്തിയിരിക്കുന്നത് സാഖ്യയോഗത്തിലാണ്. ഞാൻ പറഞ്ഞു, സാഖ്യയോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, സംഖ്യ എന്നാൽ എല്ലാ അക്കങ്ങളുടെയും ആദ്യത്തെ അക്കം ഒന്നാണ്. ആ ഒന്ന് നമ്മളിലേക്ക് നോക്കുമ്പോൾ ഞാനാണ്. ഞാൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ സുഖം, എൻ്റെ ദുഃഖം, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളൊക്കെ 1+1+ അങ്ങനെ പോകുന്നു. പക്ഷേ ഞാൻ ആരാണ്? ഈ ഒന്നിൻ്റെ പിന്നിലൊരു അനന്ത സാധ്യതയുള്ള പൂജ്യം. നമ്മൾ മാത്സിലൊക്കെ പൂജ്യത്തിനെ 0 ഇട്ട് പറയും. പക്ഷേ ശരിക്കും 0 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഫിനിറ്റ് വാല്യൂ എന്നാണ്. അതിൻ്റെ വാല്യൂ ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. ഒന്നിൻ്റെ പുറകിൽ 0 വരുംതോറും അതിൻ്റെ വാല്യൂ എത്രയാണ്? അങ്ങനെ നിങ്ങളൊരു 1000 പൂജ്യം ഇട്ട് നോക്കുന്നത് നിങ്ങൾക്ക് സംഖ്യ ഗണിക്കാൻ പോലും പറ്റില്ല. അത്ര നമുക്ക് മില്യൺ, ട്രില്യൺ അങ്ങനെ പോവുന്നത്. ഇതുപോലെ നമ്മുടെയൊക്കെ ഞാനിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരേ ഊർജം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. വാസ്തവത്തിൽ എല്ലാം അതിൽ നിൽക്കുന്നു. അതാണ് ഇതര മതങ്ങളിൽ നിന്നൊക്കെ ഗീത വ്യത്യസ്തമാവുന്നത്. ഗീത പഠിപ്പിക്കുന്നത് നാം എല്ലാവരും ഒരേ എനർജിയുടെ മാനിഫെസ്റ്റേഷനാണ്, എക്സ്പ്രഷനാണ്. അതാണ് ശരിക്കും ഫിസിക്സ് പറയുന്നതും അത് തന്നെയാണ്. എനർജിയാണ് മാസ്സാവുന്നെങ്കിൽ, നാം എന്ന് പറയുന്നൊരു മാംസപിണ്ഡം പോലും ഒരു എനർജിയുടെ മാനിഫെസ്റ്റേഷനാണെങ്കിൽ, നമ്മുടെ ഞാനെന്ന ഭാവം, നമ്മുടെ ചിന്തകൾ പോലും ഒരു ഇൻഫിനിറ്റായിരിക്കുന്ന കോൺഷ്യസ് എനർജിയുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അതെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ചില മതങ്ങൾക്ക് എന്ത് പറ്റിച്ചാൽ അവർ ഈശ്വരനെ രൂപമില്ലാത്തവനെന്ന് പറഞ്ഞ്, എനർജിക്ക് രൂപമില്ല, അപ്പോൾ രൂപമില്ലാത്തവനെന്ന് പറഞ്ഞ് ആ ഈശ്വരനെ മനുഷ്യനിൽ നിന്നും അകറ്റി. അപ്പം മനുഷ്യൻ എന്തിൻ്റെ ഭാഗമാണ്? മനുഷ്യൻ ഒരു ഊർജത്തിൻ്റെ ഭാഗമാണ്. ഏത് ഊർജത്തിൻ്റെ ഭാഗമാണ് മനുഷ്യനെന്ന് പറയുന്നത്? അവിടെയാണ് നമുക്ക് വിവേകമുണ്ടാവേണ്ടത്. നമ്മളിൽ 2 ഭാഗങ്ങളെ നമുക്ക് കാണാം. ഈ ശരീരമെന്ന് പറയുന്നത് ഐൻസ്റ്റീൻ പറയുന്ന എനർജി, അതായത് ബോധമില്ലാത്ത ഊർജം. അപ്പോൾ നമുക്ക് കറണ്ട്, അത് എനർജിയാണ്, കറണ്ടിന് ബോധമില്ല. അതേപോലെ തന്നെ നമ്മൾ തീ, അതിന് ബോധമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. ഇതിലുള്ള ശ്വാസോച്ഛ്വാസം, ഇതിലെത്ര ശ്വാസം കയറണം, എത്ര ശ്വാസം പുറത്തേക്ക് പോകണം, അതിനെന്ത് ബോധമുണ്ട്? നമ്മൾ പറയുന്നത് എനിക്ക് ബോധമുണ്ടെന്ന്. അപ്പം ബോധം ഞാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഞാനെന്ന് പറയുന്ന ആ ഒരു ചിന്തകൾക്ക് പിന്നിൽ ഒരു ഇൻഫിനിറ്റ് കോൺഷ്യസ് എനർജി ഉണ്ട്. ഞാനിത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ക്രമേണ നിങ്ങൾക്കിത് മനസ്സിലാവും. പക്ഷെ ഇത്രയും മനസ്സിലാക്കുക, ഞാൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ അതൊരു ഊർജത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. ഇവിടെ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, ആ എക്സ്പ്രഷനെല്ലാം ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഊർജത്തിൽ നിന്നും പ്രകടമായതാണ്. അത് നിങ്ങൾ അടിസ്ഥാനമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഹിന്ദുയിസം പഠിപ്പിക്കുന്നത് ഗാഡ്, ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് എനർജി. നിങ്ങൾ വിചാരിക്കരുത് ഹിന്ദുമതം ഈ ബിംബങ്ങളെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. അത് നമ്മുടെ കൺസെപ്റ്റ് തെറ്റാണ്. കാരണം നമ്മൾ മനസ്സിലാക്കിയില്ലേ. നിങ്ങൾ ഉപനിഷത്തിലേക്കും അതുപോലെ തന്നെ ഗീതയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ പഠിപ്പിക്കുന്ന അഹം ആത്മാ ഗുഡാകേശ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും പിന്നീട്. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കുക. ഹിന്ദുമതം രൂപങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിച്ചതിൻ്റെ പിന്നിൽ വേറൊരു ലക്ഷ്യമുണ്ട്. അത് നമുക്ക് പഠിക്കണം, ക്രമേണ പഠിക്കണം. അതിന് പിന്നിലൊരു ഡീപ്പ് സൈക്കോളജി ഉണ്ട്. അപ്പം വിഗ്രഹാരാധനയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഹിന്ദുമതം. അതാണ് പലരും തെറ്റിദ്ധരിച്ച്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ കല്ലിനെ ആരാധിക്കുന്നു, ഹിന്ദുക്കൾ കല്ലിനെ പൂജിക്കുന്നു, കല്ലിൽ അഭിഷേകം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവഹേളിക്കുന്നത്. കാരണം അവരതേ കണ്ടിട്ടുള്ളൂ. നമ്മളത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ വലിയൊരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടം കൊണ്ട് ഒതുങ്ങുന്നതല്ല ഹിന്ദുമതത്തിലെ ഈശ്വര സത്യം. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ. ലോകത്തിൽ ആരും ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല.
പ്രജ്ഞ എന്നതുകൊണ്ട് ജ്ഞാനം എന്നതുകൊണ്ട് അറിവ്. ഇവിടെ ഏതറിവാണ്? ബോധം. ബോധത്തിൽ നിന്ന് വിട്ടിട്ടൊരറിവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്തിനും ബോധം വേണം. നിങ്ങൾക്ക് പഠിക്കണോ ബോധം വേണം, നിങ്ങൾക്ക് ദുഃഖിക്കണോ ബോധം വേണം, സന്തോഷിക്കണോ ബോധം വേണം. അപ്പോൾ ആ ബോധം എന്ന് പറയുന്നത് ഒരു എനർജി, ആ ശക്തിയിലാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത് എന്ന് ഋഷിവര്യന്മാർ പഠിപ്പിക്കുമ്പോൾ എനിക്കിവിടെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ളത്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിന്ദുയിസം ആൻഡ് അതർ റിലീജിയൻ. ഇപ്പം ചില റിലീജിയൻ പഠിപ്പിക്കുന്ന ഈശ്വരന് രൂപമില്ല, പക്ഷെ അവർ ആ ഈശ്വരനെ കൊണ്ടെത്തിക്കുന്ന എവിടെയോ ആകാശങ്ങളുടെ 7 ആകാശങ്ങൾക്കപ്പുറത്താണ്. ഈശ്വരൻ ഏതോ അകലെയുള്ള ഒരാളായിട്ടാണ് അവർ മേലോട്ടാണ് നോക്കുന്നത്. ഹിന്ദുയിസം പഠിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ആ ഇൻഫിനിറ്റ് ആയിരിക്കുന്ന ആ കോൺഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ പ്രജ്ഞയുടെ ആ ഒരു ബോധത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. ഇവിടെ എന്ത് പ്രകടമാകുന്നുണ്ടോ ആ പ്രകടമാകുന്നത് അനന്ത ഊർജത്തിൽ നിന്നാണ്. സയൻസ് പഠിപ്പിക്കുന്നതാണ് ഭാരതീയ ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത്. ഈശ്വരൻ പുറത്തല്ല, നാം ഓരോരുത്തരും ഒരേ ഈശ്വരൻ്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ചിന്തകളാണ്, അല്ലെങ്കിൽ പ്രകടിത രൂപങ്ങളാണ്. ഒരേ എനർജിയിൽ നിന്ന് വ്യത്യസ്ത രൂപങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരേ കടലിലെ വെള്ളം തന്നെയാണ് നിരാവിയായിട്ട് പോയിട്ട് പല സ്ഥലങ്ങളിൽ വീഴുമ്പോൾ പല ടേസ്റ്റുള്ള വെള്ളമായി മാറുന്നത്. ഇതുപോലെയാണ് പലരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമാണെങ്കിലും കോൺഷ്യസ്നെസ്, ബോധം എല്ലാവരിലും ഒരുപോലെയാണ്. ബോധത്തിൽ നിന്നാണ് സ്വഭാവമുണ്ടാവുന്നത്, ബോധത്തിൽ നിന്നാണ് എല്ലാം പ്രകടമാവുന്നത് എന്ന് ഭാരതീയ ഋഷിവര്യന്മാർ പറയുമ്പോൾ നാം ഓരോരുത്തരും ഒരേ ഈശ്വരനിൽ നിന്നും പ്രകടമായവരാണ്. അതുകൊണ്ട് അടിസ്ഥാനമായി നാം ആ എനർജി തന്നെയാണ്. നമ്മളിൽ ആ ഊർജ്ജമുണ്ട്. നിങ്ങൾ ഈശ്വരനെ അന്വേഷിച്ച് പുറത്തേക്ക് പോകണ്ട, നോക്കേണ്ടത് അകത്തേക്കാണ്. കാരണം നിങ്ങളുണ്ടോ, നിങ്ങളെ നിലനിർത്തുന്ന ഒരു ഊർജ്ജമുണ്ട്. നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ നിലനിർത്തുന്ന ഒരു ഊർജ്ജമുണ്ടെന്ന് ഞാൻ മോസ്റ്റ് മോഡേൺ ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. മാറ്റർ ഈസ് നോട്ട് matter is not the cause for the energy is the cause for the മാറ്റർ എന്ന് പറയുന്നതിൽ നിന്നല്ല എനർജി ഉണ്ടായത്. അതാണ് ഇതര മതങ്ങളൊക്കെ തെറ്റിക്കുന്നത്. മാസ് എന്ന് പറയുന്നത് എനർജിയുടെ മാനിഫെസ്റ്റേഷൻ. ഞാൻ സയൻസ് അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എവിടെ എന്ത് പ്രകടമാകുന്നുണ്ടോ ആ പ്രകടമായതെല്ലാം അനന്തമായ, നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അനന്തബോധ ഊർജത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഇതിനപ്പുറത്തൊരു ഫിലോസഫി നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഈശാവാസ്യമിതം സർവം ഈശാവാസ്യം. ഒരേ ഈശ്വരനിലാണ് എല്ലാവരും നിലനിൽക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഈശ്വരൻ ആകാശത്തിൽ നിലനിൽക്കുന്നു എന്നല്ല, എല്ലാവരും ഒരേ ഈശ്വരൻ. അപ്പോൾ ആരാ ഈശ്വരൻ? ആരാണ് ഈശ്വരനായിട്ട് കാണുന്നത്? ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശത്വം, ശക്തി, ആ ഈശ്വരമായ ശക്തി ഇരിക്കുന്നത് അനന്തബോധത്തിലാണ്. അപ്പം എല്ലാവരും ഒരേ ബോധത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണെന്ന് പറയുമ്പോൾ ഒരേ ഊർജ്ജമാണ് നമ്മളിലൊക്കെ ഉള്ളതെങ്കിൽ ആ ഊർജ്ജത്തെ നമുക്ക് ടാപ്പ് ചെയ്യാൻ, നമുക്ക് കണക്ട് ചെയ്യാൻ, നമുക്ക് അനുഭവിക്കാൻ നാം പരിശീലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മനോബലമുണ്ട്, ആത്മധൈര്യമുണ്ട്, കരുത്തുണ്ട്. നിങ്ങൾക്ക് പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റും. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ്, ഈശ്വരൻ നമ്മളെ ആരെയും കൈവിട്ടിട്ടില്ല. പലരും പിന്നെ എന്തുകൊണ്ട് ദുഃഖിയാവുന്നു, എന്തുകൊണ്ട് തളരുന്നു? കാരണം അവർ ദുഃഖിയാവുന്നതിന് കാരണം അവരുടെ ജീവിതത്തിൽ അവർ നിൽക്കുന്ന വെറും സെൻറ്റിമെൻ്റൽ. ഞാൻ പറയുന്ന 2 ഭാഷകൾ നിങ്ങൾ പഠിക്കണം. ദുഃഖമെല്ലാം ഭാവങ്ങളാണ്. ദുഃഖഭാവം, ഭയഭാവം, വിഷാദഭാവം, വിഷമഭാവം ഒക്കെ ഭാവങ്ങളാണ്. ഭാവം എന്ന് പറയുന്നത് മുഴുവൻ ഇമോഷനാണ്, മനസ്സിൻ്റെ ഭാഗമാണ്. മനസ്സെപ്പോഴും ലോകവുമായി ബന്ധപ്പെട്ടിരിക്കണം. ലോകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഈ ഭാഷകളൊന്നും അറിയാത്തതുകൊണ്ട്. ലോകം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിൽക്കുന്നു. ഇപ്പം നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ ലോകം. അതാണ് നിങ്ങൾ പറയാറില്ലേ, എൻ്റെ ലോകം ഇതൊക്കെയാണ് സ്വാമി എന്ന് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ലോകം ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും, കുടുംബം പരാധീനം എന്നൊക്കെ പറയുന്ന ഭാഷകളുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ്. അതാണ് നമ്മുടെ ലോകം. ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഭാവങ്ങൾക്കടിമകളാണ്. കാരണം ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് ദുഃഖഭാവം വരും. മക്കളിൽ നിന്ന് കിട്ടുന്ന പരിഗണന കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് വിഷാദം വരും. അതുപോലെ തന്നെ നാട്ടുകാർ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് തരാതിരുന്നാൽ നിങ്ങൾക്കപ്പോഴും വിഷമം വരും. ഇങ്ങനെ നിങ്ങൾ ആരിലൊക്കെ കണക്റ്റഡ് ആണോ അതിന്നൊക്കെ നിങ്ങൾക്ക് ഭാവങ്ങളാണ്. എന്നാൽ നാം പരിശീലിക്കേണ്ടത് ഭാവനയാണ്. അതിന് നിങ്ങളൊന്ന് പരിശ്രമിക്കണം.
എന്താണ് ഭാവനയും ഭാവവും തമ്മിലുള്ള വ്യത്യാസം? ഭാവന എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ സാധനയാണ്. ഇപ്പം നിങ്ങൾ രാവിലെ എണീറ്റ് കുറച്ചു നേരം ധ്യാനിക്കുന്നു, നിങ്ങളുടെ മനസ്സിലൊരു കൃഷ്ണരൂപം കാണുന്നു, ആ കൃഷ്ണരൂപത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു മന്ത്രം ജപിക്കുന്നു. അങ്ങനെ നിങ്ങൾ ദിവസവും ജപിക്കാനും ഭജിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അത്തരം കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ പേര് ഭാവന എന്നാണ്. കാരണം നിങ്ങൾ ബുദ്ധിപൂർവം ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. ഭാവന ബോധവുമായി ബന്ധപ്പെട്ടാണ്. ആ സമയത്ത് നിങ്ങളുടെ ഭാവങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും അകലും. അപ്പം ഭാവന എന്ന പ്രതിരോധം കൊണ്ട് വേണം ഭാവത്തെ നേരിടാൻ. അപ്പോൾ പലരും ഭാവത്തിൽ ജീവിക്കുന്നു, ദുഃഖത്തിൽ ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം ലോകവും മനസ്സും അത്ര കൂടിപ്പടഞ്ഞ് കിടക്കുകയാണ്. അവരുടെ മനസ്സ് ദുർബലമായിപ്പോയി. കാരണം അവരുടെ കണക്കുകൂട്ടലൊന്നും നടക്കുന്നില്ല. അവരുടെ പലതരത്തിലുള്ള ഇമാജിനേഷൻ അനുസരിച്ചുള്ള ജീവിതം നടക്കുന്നത് അവരാകെ തകർന്നു പോകുന്നു. എന്നാൽ നിങ്ങൾ ദിവസവും ധ്യാനം പരിശീലിച്ച് നോക്കൂ. കണ്ണടച്ചുകൊണ്ടൊരു രൂപം ധ്യാനിച്ച് അങ്ങനെ നിങ്ങളുടെ ഭാവന നിങ്ങൾ വളർത്തുമ്പോൾ ഭാവത്തെ മറികടക്കാനുള്ള കരുത്ത്, ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതിരോധ ശക്തി, മാനസിക പ്രതിരോധ ശക്തി അല്ല ശരീരത്തിൻ്റെ അല്ല, ശരീരത്തിനും ഉണ്ടാകും. അത് കൂടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വളരെ ലാഘവത്തോടുകൂടി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത്, കൃത്യനിഷ്ഠമായൊരു ജീവിതവും ചില പരിശീലനങ്ങളും ഉണ്ടെങ്കിൽ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ശ്ലോകം, നമുക്ക് അതിലേക്ക് കടക്കാം. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ പ്രസിദ്ധമായ സാഖ്യയോഗത്തിലെ 14-ാം ശ്ലോകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എല്ലാവരും കൂടെ വായിക്കണം. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖദുഃഖദാ ആഗമാപായിനോ നിത്യ താം തിദിക്ഷുസ്സ ഭാരത. ഹേ ഭാരത, അർജുന. ഭാരത എന്ന് വിളിക്കാൻ കാരണം ഭാരതത്തിലുള്ള സകല മനുഷ്യർക്കും ഈ അറിവ് നേടിയെടുക്കാൻ സാധിച്ചാൽ, ഭാരത, ഭ എന്ന് പറഞ്ഞാൽ അറിവ്, ബോധം, അതിൽ രതിക്കുന്നവരാവ് എന്ന് വെച്ചാൽ അതിൽ ഉറപ്പിച്ച് ജീവിക്കുന്നവരാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ ഭാവനാശക്തി കൊണ്ട് തൻ്റെ ഭാവത്തെ മറികടക്കാൻ കഴിവുള്ളവരായി മാറുക. അങ്ങനെ മാറാൻ പ്രാപ്തരായിരിക്കുന്ന നമ്മളോട് പറയുന്നു, നിങ്ങൾ തിദിക്ഷ ചെയ്യണം. തിദിക്ഷ എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നൊരു സ്ഥൂലാർത്ഥമാണ്. പൊതുവേ ഭഗവത്ഗീത കമൻട്രി എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ശരിക്കത് സഹിക്കുക എന്നുള്ളതല്ല. കാരണം അങ്ങനെയല്ല ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. പലരും തെറ്റിദ്ധരിച്ച് ഹിന്ദുക്കളെല്ലാം സഹിക്കേണ്ടവരാണ്, ഹിന്ദുക്കളെല്ലാം സഹിക്കേണ്ടവരാണ്. അത് തെറ്റാണ്. അങ്ങനെ തെറ്റായി നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടില്ല. ചിലർ പറയൂ, ഓ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ പറയും, ഹേ അങ്ങനെ പറയാൻ പാടില്ല, സ്ത്രീകളും അങ്ങനെ ഒച്ച വയ്ക്കാൻ പാടില്ല. അങ്ങനെയൊന്നും നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ നോക്കൂ, ഭാരതത്തെ പോലെ സ്വാതന്ത്ര്യമുള്ളൊരു മണ്ണ് ലോകത്തിലെവിടെയുണ്ട്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ മഹാഭാരതത്തിലെ കഥകളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഞാനൊരു ഭാഗം നിങ്ങൾക്ക് കേൾപ്പിക്കാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. മഹാഭാരതം തുടങ്ങുന്നത് ശന്തനു മഹാരാജാവിൽ നിന്നാണ്. അതിനു മുമ്പും കഥയുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് മഹാഭാരതത്തിൻ്റെ ആ ഒരു എപ്പിസോഡ്, ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ കല്യാണം കഴിച്ചു. ഗംഗാദേവി കുട്ടികളെല്ലാം ഗംഗയിലേക്ക് എറിഞ്ഞു. ഒരു കുട്ടിയെ അദ്ദേഹത്തിന് അത്രമാത്രം, കാരണം അദ്ദേഹത്തിന് ആദ്യം ഇനീഷ്യലി ഗംഗാദേവിയോടായിരുന്നു അങ്ങേയറ്റത്തെ മാനസികമായ അറ്റാച്ച്മെൻറ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ സുഖങ്ങൾ, കാമസുഖങ്ങളും മറ്റു സുഖങ്ങളും ഭാര്യയിലൂടെ തൃപ്തിപ്പെടുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മക്കൾ വിലയില്ലായിരുന്നു. പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായി രാജ്യപരിപാലനത്തിന് മക്കൾ വേണം എന്നും. ഈ കാമതൃഷ്ണകളെ അടക്കിയതുകൊണ്ട്, ഭോഗതൃഷ്ണകളെ അടക്കിയതുകൊണ്ട്, കുറേ ആഹാരം കഴിച്ച് തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് ജീവിതമാവില്ല. അപ്പം മകനെ വേണം. അപ്പം ദേവദത്തൻ എന്ന മകനെ വേണം. അപ്പോഴേക്കും ഗംഗാദേവി പറഞ്ഞു, എന്നാൽ ഞാൻ തിരിച്ചു പോവുകയാണ്. കരാറ് പ്രകാരം ഗംഗാദേവി പോയി. അതിനുശേഷം അദ്ദേഹം അങ്ങനെ രാജ്യം പലയിടത്തും ഇങ്ങനെ ചുറ്റുന്നതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അതാണ് ഒരു മുക്കുവക്കുടിൽ ജനിച്ച സത്യവതീ ദേവി. ഈ സത്യവതീ ദേവിയെ കണ്ടതോടുകൂടി, ആ പെൺകുട്ടിയെ കണ്ടതോടുകൂടിയിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആഗ്രഹം ആ കുട്ടിയെ സ്വീകരിക്കണം. കാരണം എന്തോ ഒരു ആകർഷണം ആ പെൺകുട്ടിയിൽ. നോക്കണേ, ക്ഷത്രിയ വംശത്തിൽ ജനിച്ച ആൾ ഒരു മുക്കുവ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മഹാഭാരത ചരിത്രത്തിൽ ആ കാലഘട്ടത്തിൽ അവിടുത്തെ രാജാവ് ഒരു മുക്കുവ സ്ത്രീയെ കണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാമതൃഷ്ണ തീർത്തു പോകാമായിരുന്നു.
കാരണം അന്നൊക്കെ രാജാക്കന്മാർക്ക്, നിങ്ങളൊരു പക്ഷേ മുഗളന്മാരുടെ ചരിത്രമാണ് പഠിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് ഒരുപക്ഷെ അതിനെ തടുക്കുന്ന ആളുകളുടെ തലയും വെട്ടി അവളെ ബലാത്സംഗം ചെയ്ത് അവളെ നശിപ്പിച്ചു പോരുന്ന ചരിത്രങ്ങളായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. എന്നാൽ രാജാവ് ഒരിക്കലും ആ പെണ്ണിനെ നശിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് വെറും കാമതൃഷ്ണയായിരുന്നില്ല. അദ്ദേഹത്തിന് ആ പെൺകുട്ടിയോട് എന്തോ ഒരു മാനസികമായൊരിഷ്ടം, തൻ്റെ കൂടെ നിലനിർത്തണമെന്ന്. അങ്ങനെ തൻ്റെ കൂടെ നിലനിൽക്കണമെങ്കിൽ താൻ കല്യാണം കഴിക്കണം. നോക്കൂ, ഒരു രാജാവ് മുക്കുവ സ്ത്രീയെ കല്യാണം കഴിക്കാൻ തയ്യാറായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ തൻ്റെ ഭോഗതൃഷ്ണ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വലിച്ചെറിയാമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സാധ്യവും. പക്ഷേ ഭാരതത്തിന് പറയാനുള്ളത് ചതിയുടെയും വഞ്ചനയുടെയും ക്രൂരതയുടെയും ഈ ബലാത്സംഗങ്ങളുടെയും കഥകളല്ല. അതുകൊണ്ടാണ് മുഗള ചരിത്രത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഭാരതത്തിൻ്റെ ചരിത്രം. കാരണം അവിടെ മനുഷ്യത്വമുണ്ട്, അവിടെ വാല്യൂസ് ഉണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയല്ല. നിങ്ങളൊരു പക്ഷേ നമ്മൾ പഠിച്ച മുഗള ചരിത്രത്തിലൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് പോകണം, നിങ്ങൾ ലക്നൗവിൽ പോകണം. അവിടെയൊക്കെ കാണാം നിങ്ങൾക്ക് ഈ പണ്ട് കാലത്ത് മുഗളന്മാർ ഭരിച്ചിരുന്ന സമയത്ത് ഹറംസ് ഉണ്ടാക്കിയത്. ഹറംസ് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുപോയി അവർക്ക് വേണ്ടി ശരീരതൃഷ്ണ അടക്കാൻ വേണ്ടി കൊണ്ട് താമസിപ്പിച്ച സ്ഥലങ്ങളൊക്കെ ആരെങ്കിലും എതിർത്ത തലവെട്ടുന്ന ചരിത്രങ്ങളായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ ഞാൻ പറയുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാവില്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നിൽക്കട്ടെ, പറഞ്ഞു വരുന്നത്, രാജാവ് വളരെ ദുഃഖിതനായി. അങ്ങനെ ഇരിക്കെ തൻ്റെ പുത്രനായ ദേവദത്തൻ ഇത് മനസ്സിലാക്കി എന്തോ അച്ഛനെ അലട്ടുന്നുണ്ടെന്ന്. ആ ദേവദത്തൻ പോവുകയാണ്. അദ്ദേഹം മുക്കുവ കുടിലിൽ പോവുകയാണ്. അപ്പോൾ ആ മുക്കുവ കുടിലിൽ പോയിട്ട് ആ മുക്കുവ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് സംവദിക്കുകയാണ്. എൻ്റെ അച്ഛൻ രാജാവിന് അങ്ങയുടെ മകളെ വേണമെന്നും. നോക്കൂ, ക്ഷത്രിയരാണ്, വേണമെങ്കിൽ ബലാത്കാരേണ ആ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് തൻ്റെ അച്ഛന് ദാനം ചെയ്യാനുള്ള യുവത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ചെയ്തില്ല. അങ്ങനെയുള്ള ഒരു കിരാതമായ കാടത്വമായ ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തില്ല. എന്നാൽ പിന്നീട് ഭീഷ്മാചാര്യർ കാശിരാജാവിൻ്റെ മക്കളെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവിടെ കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ അദ്ദേഹത്തിന് ആ പെൺകുട്ടികളെ നശിപ്പിക്കണം എന്നുള്ളതല്ല, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ സ്വാർത്ഥത രാജ്യമാണ്. അപ്പോൾ ഇവിടെ അച്ഛന് വേണ്ടിയിട്ട് അദ്ദേഹം കെഞ്ചിക്കേഴുകയാണ്, നിങ്ങളുടെ മകളെ അച്ഛന് തരണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്ന്. നോക്കൂ, അവിടെ ആ മുക്കുവ സ്ത്രീയുടെ അച്ഛൻ ഈ വന്നിരിക്കുന്ന ദേവദത്തനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് തോന്നും ഇത്രയൊക്കെ ഫ്രീഡം അന്ന് മനുഷ്യർക്കുണ്ടായിരുന്നു എന്ന്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഈ സത്യവതി എന്ന് പറയുന്ന എൻ്റെ മകളിലുള്ള കുട്ടിക്കായിരിക്കണം രാജാധികാരം കൊടുക്കേണ്ടത്. അതായത് നാളെ രാജാവാകേണ്ട ദേവദത്തനോടാണ് ഈ കാര്യം പറയുന്നതെന്ന് ഓർക്കണം. ഇതൊക്കെ നിങ്ങൾ മറ്റൊരു, ഞാൻ പറയില്ലേ, മുഗള ചരിത്രത്തിലാണിത് കേൾക്കുന്നെങ്കിൽ അച്ഛനെ ജയിലിലടച്ച് രാജ്യം ഭരിച്ച ഷാജഹാന്മാരുടെയും മറ്റും ചരിത്രം പഠിക്കുന്ന ഔറംഗസീബുമാരുടെയൊക്കെ ചരിത്രം പഠിക്കുന്ന നമുക്ക് ഇവിടെ ദേവവ്രതനോട് പറയണം, നീ രാജ്യഭരണം ഏറ്റെടുക്കരുത്, എൻ്റെ മകളിലുണ്ടാവുന്ന കുട്ടിക്കായിരിക്കണം രാജ്യഭരണം എന്ന് പറയുമ്പോൾ ഇതൊരു പക്ഷേ മുഗള ചരിത്രത്തിലായിരുന്നെങ്കിൽ ആ പറഞ്ഞ മുക്കുവൻ്റെ തല വെട്ടിയിട്ടുണ്ടാവും. കാരണം അത്രമാത്രം അന്നത്തെ കാലത്ത് അധികാരമോഹികളായിട്ടുള്ള ആളുകളുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന മുഗളന്മാരുടെ ചരിത്രത്തിലൂടെ. എന്നാൽ ദേവദത്തൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ, അതാണ് അങ്ങയുടെ അച്ഛന് ഈ പെൺകുട്ടിയെ കൊടുക്കാനുള്ള നിബന്ധനയെങ്കിൽ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ ഒരിക്കലും രാജ്യഭാരം ഏറ്റെടുക്കില്ല. അദ്ദേഹം പ്രതിജ്ഞ ചെയ്യാണ്. ആ പ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ അവിടെ ആകാശത്തിൽ നിന്ന് പോലും ആ പ്രതിജ്ഞയുടെ മുഴക്കം പോലെ ഉണ്ടായി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭീഷണമായ, ഭയപ്പെടുത്തുന്ന, അതായത് രാജ്യഭരണം പോലും അച്ഛന് വേണ്ടി ത്യാഗം ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു മുക്കുവ പെൺകുട്ടി ആ തങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ ആ പെൺകുട്ടിയിലുണ്ടാവുന്ന കുട്ടിക്ക് രാജ്യം കൊടുക്കാൻ താനതെല്ലാം ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്നുള്ള ആ ത്യാഗത്തിൻ്റെ മുഴക്കമുണ്ടല്ലോ, ഹൃദയത്തിൽ നിന്നും വരുന്ന ആ ശക്തി ഉണ്ടല്ലോ, ആ സഹനം, അതാണ് ഉണ്ടായിട്ടും കിട്ടാമായിരുന്നിട്ടും വേണ്ട എന്ന് വെക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ. അദ്ദേഹം ആ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴാണ് ഭീഷ്മൻ എന്ന പേരിന് അർഹനാവുന്നത്. അവിടെ കൊണ്ട് നിന്നിട്ടില്ല, ഇനിയും സംഭവമുണ്ട്. ഈ മുക്കുവ സ്ത്രീ പെൺകുട്ടിയുടെ സത്യവതീ ദേവിയുടെ അച്ഛൻ വളരെ ഷ്രൂഡ്, വളരെ ബുദ്ധിമാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഭീഷ്മൻ, അതായത് ദേവദത്തൻ രാജ്യഭരണം ഏറ്റെടുക്കില്ലായിരിക്കാം. ഒരു പക്ഷേ ഈ ദേവദത്തൻ നാളെ കല്യാണം കഴിച്ചു ഇരിക്കുക. അങ്ങനെ കല്യാണം കഴിച്ചാൽ അതിലൊരു കുട്ടി ഉണ്ടാവുന്നു. എൻ്റെ മകളിൽ രാജാവിന് ഒരു പെൺകുട്ടി ഉണ്ടാവുക. ഇനി ആൺകുട്ടി ഉണ്ടാവുന്നത് തന്നെ ദേവദത്തന് കുട്ടി ഉണ്ടായതിന് ശേഷമാണെങ്കിൽ അപ്പോഴും പ്രശ്നമാണ്. ദേവദത്തൻ്റെ ഭാര്യ
പ്രസവിക്കുന്ന കുട്ടിയാണ് മൂത്തവനെങ്കിൽ തൻ്റെ മകൾ പ്രസവിക്കുന്ന രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ ദേവദത്തൻ രാജ്യം ഭരിക്കില്ല എന്നല്ലേ ഉള്ളൂ, ദേവദത്തൻ്റെ മകന് രാജ്യം ഭരിക്കാലോ. അതല്ലേ സമ്പ്രദായം. മൂത്തവർക്കായിരിക്കുമല്ലോ എപ്പോഴും രാജാധികാരം കിട്ടുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അങ്ങയ്ക്കൊരു പുത്രനുണ്ടായാലോ. ആ സമയത്ത് ഭീഷ്മൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേവദത്തൻ മറ്റൊരു പ്രതിജ്ഞ കൂടി ചെയ്യാണ്, എങ്കിൽ ഞാൻ വിവാഹവും കഴിക്കില്ല എന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വേണ്ടല്ലോ, എനിക്കൊരു കുഞ്ഞുണ്ടാവുന്ന പ്രശ്നമില്ല. ഇത്രയും കാര്യങ്ങൾ ദേവദത്തൻ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം ദേവദത്തനോട് പറയാനുള്ളൊരു ധൈര്യം ഒരു മുക്കുവ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ കൂടുതൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എവിടെയുണ്ട്? അപ്പം നമ്മൾ പറയേണ്ടത് പറയാനും, എന്നാൽ ആ പറയേണ്ട കാര്യങ്ങളെ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു സമചിത്തതയോടുകൂടി കാര്യം പ്രസൻറ്റ് ചെയ്യാൻ, അതിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ സഹനെന്ന്. സഹനം എന്ന് പറഞ്ഞാൽ ദുർബലന്മാരുടെ ഒരു ഭീരുത്വത്തോടു കൂടിയ അടങ്ങിയിരിക്കലല്ല. നമ്മളൊന്നും പ്രതികരിക്കാതിരിക്കുന്നു എന്ന് പറയുന്നതല്ല. പിന്നെ എന്താണ്? പറയേണ്ടത് പറയുകയും എന്നാൽ അത് മനസ്സിൻ്റെ താളം തെറ്റാതെ ഒരു സ്റ്റെബിലിറ്റിയിൽ നിർത്തിക്കൊണ്ട് നമ്മളത് പക്വതയോടുകൂടി പറയാൻ സാധിക്കുക. അതല്ലേ വേണ്ടത്? അത് സാധിക്കണം. അതിനെങ്ങനെ സാധിക്കും? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം. ഇതേ സമയം ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ നമുക്ക് നേടിയെടുക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.